ഫ്ലാറ്റിൽ നിന്ന് മതിയായപ്പോഴാണ് ഒരു ക്വാർട്ടേഴ്സ് കിട്ടിയത്. ഈ വീട് വന്ന് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒത്തിരി ഡ്രീംസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്ക് യാർഡും ഫ്രണ്ട് യാർഡും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി മരങ്ങൾ നടണമെന്നും ചെടികൾ നടണമെന്നും ഒക്കെ ഒരുപാട് സ്വപ്നം ഞാൻ കണ്ടു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അവസാനത്തെ കാർട്ടൺ ഞാൻ ഇവിടെ വന്ന് അൺബോക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്നൊരു കോള് വന്നു. ആ കോളിലെ മെസ്സേജ് ഇതായിരുന്നു: കിറ്റു, സ്റ്റോപ്പ് അൺബോക്സിങ്, വി ആർ ഗോയിങ് ഓൺ ട്രാൻസ്ഫർ. അത് പിന്നെ ഒരു പുത്തരിയൊന്നും അല്ല, എന്നാലും ഇത്രയും മനോഹരമായ വീട് കിട്ടിയിട്ട് ഇവിടെ അധികം താമസിക്കാതെ പോകേണ്ടി വരുന്നതിലുള്ള ഒരു നിരാശ അത് സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് ഞാൻ ശകലം ഒന്ന് ഡൗൺ ആയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പിക്കപ്പ് ആയിട്ടുണ്ട്. നൗ കമ്മിങ് ടു ദ പോയിന്റ് ഈസ്, ഞാനിന്ന് ഒറ്റയ്ക്ക് കുറേ നാൾ കൂടി ഒന്ന് പുറത്ത് പോകാൻ പോകും. അത് വലിയ കാര്യമൊന്നുമല്ല. പണ്ട് ഫ്ലാറ്റിലായിരുന്നപ്പോൾ ചാടിത്തുള്ളി പുറത്ത് പോകുമായിരുന്നു എപ്പോഴും. ഇപ്പോൾ പോകാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെ ഒരു സ്ട്രെസ്സില്ല, നല്ലൊരു ബ്രീത്തിങ് സ്പേസ് ഉണ്ട് ഈ വീട്ടിൽ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സൊക്കെ റെഡിയാക്കി എവിടെയെങ്കിലും ഒന്ന് പോവാമെന്ന് വിചാരിച്ചാൽ ഇതാ അവസ്ഥ. ആ കാറിൻ്റെ മുന്നിൽ നെഞ്ചും വിരിച്ച് നിൽക്കുന്ന ആ ബൈക്കിനെ എടുത്ത് എറിയാൻ തോന്നില്ലേ പള്ളയിലോട്ട്. പക്ഷെ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്ക് ഈ 6 മണി നേരത്തില്ല കേട്ടോ. രാവിലെ ആണെങ്കിൽ അരക്കൈ നോക്കായിരുന്നു. എന്തായാലും നോ കംപ്ലയിൻസ്, നടന്നു പോകാം എന്ന് തീരുമാനിച്ചു. എൻ്റെ വളരെ ലേറ്റായിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് എൻ്റെ കാര്യത്തിൽ. എന്നോട് ആരെങ്കിലും ഈ മദർഹുഡിൻ്റെ അകത്ത് നിന്ന് ബ്രേക്ക് എടുക്കുക, നീ സ്വന്തമായി കുറച്ച് എന്തെങ്കിലും പുറത്ത് പോവുകയോ ചായ കുടിക്കുകയോ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ, I forget to take a break. I get so immersed that I'll forget about myself, which is not great. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യങ്ങളാട്ടോ, ഉപദേശമൊന്നും അല്ല കേട്ടോ. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്, ഈ ഉടുപ്പൊക്കെ ഞാൻ പ്രഗ്നൻസിയിൽ ഇട്ടുകൊണ്ടിരുന്ന ഉടുപ്പാണ്. അതൊക്കെയാണ് ഞാൻ ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പൂട്ടിക്കെട്ടി മടക്കി പാട്ടയിലാക്കണം. അങ്ങനെ ഞാൻ മന്ദം നടന്ന് പോയിക്കൊണ്ടിരിക്കെ പാർക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ എനിക്ക് കാണാൻ സാധിച്ചു എൻ്റെ തരുണീമണികളെ. എൻ്റെ മനസ്സൊന്ന് വലിഞ്ഞു കേട്ടോ അങ്ങോട്ട് പോകാൻ. പക്ഷെ ഞാൻ പോകത്തില്ല. പിന്നെ ഞാൻ കർത്താവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കുറ്റം പറഞ്ഞു. നടന്ന് വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. നീ ആ ബുള്ളറ്റും ഉണ്ട് ആ കാറിൻ്റെ മുന്നിലോട്ട്. അങ്ങനെ എങ്ങനെ പോകാനാടാ? ഞാനങ്ങ് പുറത്തേക്ക് ഇറങ്ങി അങ്ങ് ബസ് സ്റ്റാൻഡിലെത്തി. എന്താ, ഞാൻ നിങ്ങളെ കണ്ടായിരുന്നു പാർക്കിങ്. ഞാൻ നിങ്ങളെ ഒരു തരത്തിലുള്ള സമ്പർക്കത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ കളി കഴിഞ്ഞ് വീട്ടിലെത്തിയ എൻ്റെ ഭർത്താവും കുഞ്ഞും എന്നെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് എന്നെ വരുതിയിലാക്കി ഹണി ട്രാപ്പിൽ പെടുത്തി അവരും എൻ്റെ കൂടെ കറങ്ങാൻ വന്നു. ഞാൻ ഈ വീഡിയോ അതുകൊണ്ട് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. അപ്പം ഇതിൻ്റെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ, പറയാതെ തന്നെ. എന്നാലും ഒന്ന് പറഞ്ഞേക്കാം, ഭർത്താവിൻ്റെ ഹണി ട്രാപ്പിൽ പെടരുത്. അവർ പല രീതിയിലും ട്രൈ ചെയ്യും. നെവർ വഴങ്ങൽ.